ഹായ് ആൾ, നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി സിലബസിലെ 9ാമത്തെ മൊഡ്യൂളിലെ ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോ നമുക്കറിയാം നമ്മുടെ വാട്ടർ ബോഡീസിൽ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഇൻ പ്രസൻസ് ഓഫ് ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം വെച്ചാണ് അല്ലെ. ഇപ്പോൾ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസം പ്രസന്റ് ആണെങ്കിൽ എന്താണ് നമ്മുടെ വാട്ടർ ബോഡീസിൽ എന്തുണ്ടായിരിക്കും? ഫീക്കൽ കണ്ടാമിനേഷൻ ഉണ്ടായിരിക്കും. അതുവഴി പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം പ്രസന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസത്തെ കുറിച്ചൊക്കെയുള്ള ക്ലാസ് നമ്മൾ ചെയ്തതാണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഈ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഇങ്ങനെ ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ മെത്തേഡ്. ഓക്കെ, അപ്പൊ ആ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ മെത്തേഡിൽ തന്നെ ഈ മോസ്റ്റ് പ്രോബബിൾ മെത്തേഡ് നമ്മൾ 3 സ്റ്റെപ്സ് വഴിയാണ് ചെയ്യുക. അതിൽ ഒന്നാമത്തെയാണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് കൺഫർമേറ്ററി ടെസ്റ്റ്, തേർഡ് കംപ്ലീറ്റഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഓരോന്നും എന്താണെന്ന് നമ്മൾ നോക്കും. അപ്പൊ ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോ the presence of large number of bacteria in water has no effect on water potability. അതായത് ഇപ്പൊ നമ്മുടെ വെള്ളത്തില് ഒരുപാട് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഉണ്ടെന്ന് കരുതി നമ്മൾ ആ വാട്ടർ നമുക്ക് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ പ്രസന്റ് ആയിരിക്കുന്ന മൈക്രോ ഓർഗാനിസം ഏത് കൈൻഡ് ആണെന്നിരിക്കും. ഓക്കെ, അതിനനുസരിച്ചിരിക്കും. ഇപ്പൊ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ് പ്രസന്റ് എങ്കിൽ നമുക്ക് ആ വാട്ടർ കുടിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ബാക്ടീരിയ ഇൻ വാട്ടർ ഹാസ് നോ എഫക്ട് ഓൺ വാട്ടർ പോർട്ടബിലിറ്റി. ഓക്കെ, ദസ് ഈ വാട്ടർ സാമ്പിൾ വിത്ത് ലാർജ് മൈക്രോബിയൽ കണ്ടന്റ് കുഡ് ബി സേഫ് ടു ഡ്രിങ്ക്. ഓക്കെ ആണല്ലോ. Then the crucial consideration from a microbiological perspective is the microbial kinds present in water. നമ്മുടെ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന മൈക്രോബിയൽ കൈൻസ് ഏതാണോ അതിനനുസരിച്ചാണ് നമ്മുടെ വാട്ടർ പോർട്ടബിൾ ആണോ അല്ലയോ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നത്. As long as human pathogens are not existed in water, it is potable even if it contains variety of autotrophs and സാപ്രോഫൈറ്റിക് ഹെറ്ററോട്രോപ്സ്. ഇപ്പൊ നമ്മുടെ വാട്ടറിൽ വെറൈറ്റി ആയിട്ടുള്ള ഓട്ടോട്രോപ്സും ദെൻ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഹെറ്ററോട്രോപ്സും ഒക്കെ പ്രസന്റ് ആണ്. വാട്ടർ കണ്ടാമിനേഷൻ വിത്ത് ഹ്യൂമൻ ഫീക്കൽ മെറ്റീരിയൽ ഈസ് കൺസിഡർഡ് ആസ് ആൻ എനോമസ് സാനിറ്ററി പ്രോബ്ലം. നമ്മുടെ വാട്ടറിൽ എങ്ങനെയാണ് പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം വരുന്നത്? ഒന്ന് ഫീക്കൽ കണ്ടാമിനേഷൻ വഴി. ഓക്കെ, ഫീക്കൽ കണ്ടാമിനേഷൻ വഴിയാണ് മെയിൻ ആയിട്ടും നമ്മൾ വാട്ടർ പൊല്യൂട്ടഡ് ആകുന്നത്. ദെൻ സീവേജ് കണ്ടാമിനേഷൻ. ഓക്കെ, അപ്പോ therefore regular examination of water for the presence of fecal microorganism is important for water purity. അപ്പോ ഇങ്ങനെ ഈ ഫീക്കൽ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഫീക്കൽ മാറ്റേഴ്സിന്റെ പ്രസൻസ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെക്നിക്ക് അഥവാ MPN ടെക്നിക്ക് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഈ MPN ടെക്നിക്ക്? എങ്ങനെയാണ് നമ്മൾ വാട്ടറിലുള്ള ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതുവഴി എങ്ങനെയാണ് നമുക്ക് പാത്തോജൻസ് അല്ലെങ്കിൽ ഫീക്കൽ കണ്ടാമിനേഷൻ പ്രസൻസ് ആണെന്ന് മനസ്സിലാകുന്നത്? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെക്നിക്ക്. ഓക്കെ, അഥവാ MPN ടെക്നിക്ക്. അപ്പൊ എന്താണ് MPN ടെക്നിക്ക് എന്ന് പറഞ്ഞാല്? മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഈസ് എ ക്വാളിറ്റേറ്റീവ് ടെക്നിക്കാണ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാല് അതിൽ മൈക്രോ ഓർഗാനിസം പ്രസന്റ് ആണോ അല്ലയോ എന്നറിയാനുള്ള ടെസ്റ്റ്. ഓക്കെ, മോസ്റ്റ് കോമൺലി അപ്ലൈഡ് ഫോർ ദ ക്വാളിറ്റി ടെസ്റ്റ് ഓഫ് വാട്ടർ ടു ഡിറ്റക്ട് കോളിഫോംസ്. Okay, and thereby to determine simply the portability or safety of water. അപ്പൊ നമ്മൾ ഏത് മൈക്രോ ഓർഗാനിസത്തെയാണ് MPN വഴി ഡിറ്റക്ട് ചെയ്യുന്നത്? കോളിഫോംസിനെ. ഓക്കെ, കോളിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫീക്കൽ മാറ്റേഴ്സിൽ പ്രസന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ കോളിഫോംസ് പ്രസന്റ് ആണെങ്കിൽ അതിനർത്ഥം നമ്മുടെ വാട്ടർ എന്താണ്? ഫീക്കൽ കണ്ടാമിനേറ്റഡ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, then
മെത്തേഡ് ഓഫ് പ്രിൻസിപ്പിൾ നമ്മൾ എങ്ങനെയാണ് ഇത് അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കുന്നത്. ഓക്കെ, ഈ MPN ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? A group of bacteria commonly referred to as fecal coliform act as an indicator of fecal contamination of water. അപ്പൊ ടോട്ടൽ കോളിഫോംസ് ഉണ്ട്, ഫീക്കൽ കോളിഫോംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫീക്കൽ കോളിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതോ ഫീക്കൽ മാറ്റേഴ്സ് എന്ന് ഒറിജിൻ ചെയ്തിട്ടുള്ള കോളിഫോംസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഫീക്കൽ കോളിഫോംസ് ആണ് നമ്മുടെ വാട്ടർ കണ്ടാമിനേഷന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ ഫീക്കൽ കോളിഫോംസ് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്? നമ്മൾ ഹ്യൂമൻ ഗട്ടിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഇൻഡസ്റ്റൈനിൽ പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് ഈ കോളിഫോംസ് എന്ന് പറയുന്നത്. Then both E. coli and Enterococcus fecalis are classified as good sewage indicator. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഏതാണ്? E. coli ആണ്. ഓക്കെ, E. coliയുടെ പ്രത്യേകത എന്താണ്? ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള കോളിഫോം ബാക്ടീരിയ ആണ്. then എന്താണ്? Enterococcus fecalis ഉണ്ട്. ഓക്കെ, Enterococcus fecalis എന്താണ്? Enterococcusൽ വരുന്ന ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ഇവയാണ് നമ്മുടെ സീവേജ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ആറ്റ് ഫോളോവിങ്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ഈ MPN ടെക്നിക്ക് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? വാട്ടർ ടു ബി ടെസ്റ്റഡ് ഇൻ സീരിയലി ഡയല്യൂട്ടഡ്. നമ്മുടെ വാട്ടർ എന്താണ്? സീരിയൽ ഡയല്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതുവഴി വാട്ടർ എന്ത് ചെയ്തിരിക്കണം? ഡയല്യൂട്ട് ചെയ്തിരിക്കണം. ദെൻ എന്താണ്? വാട്ടർ ഈസ് ഇനോക്കുലേറ്റഡ് ഇൻ ലാക്ടോസ് ബ്രോത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലാക്ടോസ് ബ്രോത്ത് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതെന്താണ് നമ്മൾ പറയും? ഓക്കെ, എന്താണ്? ഇഫ് കോളിഫോംസ് ആർ പ്രസന്റ് ഇൻ വാട്ടർ ദേ യൂട്ടിലൈസ് ലാക്ടോസ് പ്രസന്റ് ഇൻ ദ മീഡിയം ടു പ്രൊഡ്യൂസ് ആസിഡ് ആൻഡ് ഗ്യാസ്. അപ്പൊ ഇങ്ങനെ MPN ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലാക്ടോസ് ബ്രോത്ത് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് ലാക്ടോസ് ബ്രോത്ത് ആണ്. അപ്പൊ ഈ നമ്മുടെ കോളിഫോംസിന് എന്തിനുള്ള കഴിവുണ്ട്? ഈ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ തൽഫലമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ആസിഡും ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ ഈ ആസിഡും ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ കോളിഫോംസ് പ്രസന്റ് ആണോ അല്ലയോ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രസൻസ് ഓഫ് ആസിഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ കളർ ചേഞ്ച്. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ഈ മീഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആസിഡ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ pH ഇൻഡിക്കേറ്റർ വെക്കും. അപ്പൊ അവിടെ pH ചേഞ്ച് ആയാൽ അഥവാ ആസിഡ് പ്രൊഡക്ഷൻ നടന്നാൽ അവിടെ എന്തുണ്ടാകും? നമ്മുടെ pH ചേഞ്ച് ആകും. ഇപ്പൊ pH ചേഞ്ച് ആയാൽ അവിടെ ആ pH ഇൻഡിക്കേറ്ററിൽ എന്ത് വരും? ഒരു കളർ ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ pH ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യും. അതൊരു കളർ ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, ദ പ്രസൻസ് ഓഫ് ആസിഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ കളർ ചേഞ്ച് ഓഫ് ദ മീഡിയം. അപ്പൊ ആസിഡിന്റെ പ്രസൻസ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? മീഡിയത്തിന്റെ കളർ ചേഞ്ച് വഴി. ദെൻ പ്രസൻസ് ഓഫ് ഗ്യാസ് ഈസ് ഡിറ്റക്റ്റഡ് ആസ് ഗ്യാസ് ബബിൾസ് കളക്റ്റഡ് ഇൻ ദ ഇൻവേർട്ടഡ് ദിറം ട്യൂബ്സ് പ്രസന്റ് ഇൻ ദ മീഡിയം. നമ്മുടെ മീഡിയത്തില് ലാക്ടോസ് ബ്രോത്തിന്റെ മീഡിയമാണ് നമ്മൾ യൂസ് ചെയ്യുക. ആ മീഡിയത്തിൽ നമ്മളൊരു pH ഇൻഡിക്കേറ്ററും ഉണ്ടായിരിക്കും. then എന്തുണ്ടായിരിക്കും? ദിറംസ് ട്യൂബും ഉണ്ടായിരിക്കും. കോളിഫോംസിന്റെ പ്രത്യേകത എന്താണ്? കോളിഫോംസ് പ്രസന്റ് ആണെങ്കിൽ ഈ കോളിഫോം ബാക്ടീരിയാസ് എന്ത് ചെയ്യും? നമ്മുടെ ഈ ലാക്ടോസ് ഷുഗറിനെ, നമ്മുടെ മീഡിയത്തിലുള്ള ലാക്ടോസിനെ ഫെർമെന്റേഷൻ നടത്തും, ഫെർമെന്റ് ചെയ്യും. അങ്ങനെ ഫെർമെന്റേഷൻ നടത്തിയാൽ എന്തൊക്കെ ഉണ്ടാകും? ആസിഡും ഉണ്ടായിരിക്കും, ഗ്യാസും ഉണ്ടായിരിക്കും. ആസിഡ് ഉണ്ടായി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമ്മളൊരു pH ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. അതുവഴി അതിൽ കളർ ചേഞ്ച് സംഭവിക്കും. ദെൻ ബബിൾസ്, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? അതിലൊരു ദിറംസ് ട്യൂബ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ട്യൂബ് നമ്മൾ ഈ മീഡിയത്തിൽ പ്ലേസ് ചെയ്യും. അപ്പൊ ആ ദിറംസ് ട്യൂബിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഗ്യാസ് ബബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്യാസ് ബബിൾസ് ഉണ്ടായാൽ അതിനർത്ഥം ഗ്യാസ് പ്രൊഡക്ഷൻ നടന്നു. കളർ ചേഞ്ച് ഉണ്ടായാൽ അതിനർത്ഥം എന്താണ്? അവിടെ pHൽ ചേഞ്ച് വന്നു അഥവാ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇതിനൊക്കെ മീനിങ് എന്താണ്? നമ്മുടെ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്തു, ലാക്ടോസ് ഫെർമെന്റേഷൻ നടന്നു അവിടെ. അപ്പൊ ഏത് ഓർഗാനിസം ആണ് ലാക്ടോസ് ഫെർമെന്റേഷൻ നടത്തുക? കോളിഫോംസ് ആണ് ചെയ്യുക. Okay, the number of total coliform is determined by counting the number of tubes giving the positive reaction and comparing the pattern of positive result tube showing growth or positive result with standard statistical tables. Okay, അപ്പൊ നമ്മളിങ്ങനെ
ഒരുപാട് സെറ്റ്സ് ഓഫ് ട്യൂബ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മുടെ pH ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും, ലാക്ടോസ് ഗ്രോത്ത് ആഡ് ചെയ്യും, ദിറംസ് ട്യൂബ് ആഡ് ചെയ്യും. ഓക്കെ, ദെൻ എന്താ നമ്മൾ വാട്ടർ സാമ്പിൾസ് ഇങ്ങനെ അതൊക്കെ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന ട്യൂബ്സിനെ കൗണ്ട് ചെയ്യും. അപ്പൊ എത്ര ട്യൂബ്സിൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി, അങ്ങനെ നമ്മൾ ഒരു നമ്പർ ഇടും. ഓക്കെ, അപ്പോ നമ്മളത് വിശദമായിട്ട് പറയും. ദെൻ ഈ വാല്യൂസ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ചാർട്ട് ഉണ്ട്, MP മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെക്നിക്കൽ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ട് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ചാർട്ടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അങ്ങനെ ഈ റിസൾട്ടും ആ റിസൾട്ടും കൂടി കമ്പാരിസൺ ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. അതനുസരിച്ച് നമ്മൾ എത്ര മൈക്രോ ഓർഗാനിസം വാട്ടർ സാമ്പിളിൽ പ്രസന്റ് ആണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബോത്ത് ഈക്കോളൈ ആൻഡ് എന്ററോകോക്കസ് ഫീക്കാലിസ് ഹാവ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് മേക്ക് ദം ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഫീക്കൽ കണ്ടാമിനേഷൻ. അപ്പൊ ഈ ഈക്കോളയും ഉണ്ട്, എന്ററോകോക്കസ് ഫീക്കാലിസും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണ്, നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ബോത്ത് ഈക്കോളയും നമുക്ക് റിസൾട്ട് തരും, എന്ററോകോക്കസ് ഫീക്കാലിസ് നമുക്ക് റിസൾട്ട് തരും. ഓക്കെ, ദെൻ ഇവരുടെ പ്രത്യേകത എന്താണ്? ദേ ആർ യൂഷ്വലി നോട്ട് പ്രസന്റ് ഇൻ വാട്ടർ ഓർ സോയിൽ. ദെയർ ഐഡന്റിഫിക്കേഷൻ ഈസ് ഈസി. ദെയർ സർവൈവൽ ഇൻ വാട്ടർ ഈസ് എ ലിറ്റിൽ ലോങ്ങർ ദാൻ എൻഡറിക് പാത്തോജൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകത? ഈ ഇൻഡിക്കേറ്റർ ഓർഗാനിസത്തെയാണ് നമ്മൾ ഈ ടെസ്റ്റ് വഴി ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഇൻഡിക്കേറ്റർ ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവ നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ സോയിലൊന്നും പ്രസന്റ് ആയിരിക്കില്ല, പകരം എവിടെയാണ്, നമ്മുടെ ഇൻഡസ്റ്റൈനിൽ പ്രസന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ്. ഓക്കെ, ദെയർ ഐഡന്റിഫിക്കേഷൻ ഈസ് ഈസി. ദെൻ എന്താണ്, ദെയർ സർവൈവൽ ഇൻ വാട്ടർ ഈസ് എ ലിറ്റിൽ ലോങ്ങർ ദാൻ എൻഡറിക് പാത്തോജൻ. പാത്തോജനേക്കാൾ കുറച്ചുകൂടി എന്താണ് ഇവയ്ക്ക് ഇവ കുറച്ചുകൂടി വാട്ടറിൽ സർവൈവ് ചെയ്യും. As both the bacterial species are non-spore former, their persistence in water is not broad. Okay, അപ്പൊ എന്താ പറയുന്നത്? ഒന്നുമില്ല, ഈ സ്പീഷീസ് ഒക്കെ എന്താണ്, നോൺ സ്പോർ ഫോമർ ആണ്. സ്പോർസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ എന്താണ്, അവ വാട്ടറിൽ അധിക നേരമൊന്നും ഉണ്ടാകില്ല. ഇനി എന്താണ് കോളിഫോംസ്? അപ്പൊ എന്താണ് കോളിഫോംസ് എന്നാണ് പറയുന്നത്. കോളിഫോംസ് ആർ ഡിഫൈൻഡ് ആസ് ഗ്രാം നെഗറ്റീവ് ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ് non-spore forming rods that ferment lactose to produce gas. എന്താണ്, ഗ്രാം നെഗറ്റീവ് ആണ്, ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ് ആണ്, ഇത് നോൺ സ്പോർ ഫോമിംഗ് ആണ്. ഓക്കെ, ഇവയ്ക്ക് എന്തിനുള്ള കഴിവുണ്ട്? നമ്മുടെ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദ കോളിഫോം കൗണ്ട് ഈസ് ദ ടെസ്റ്റ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് വാട്ടർ കണ്ടാമിനേഷൻ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ദ കോളനീസ് ഓർ കോളിഫോം ബാക്ടീരിയ okay, Escherichia coli E. coli per 100 milliliter of water is counted. The result is expressed as coliform microbial density and indicates the extent of fecal matter present in it. നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഈക്കോളൈ പ്രസന്റ് ആണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, അഥവാ എസ്കറേഷ്യ കോളിഫോമിൽ തന്നെ ടോട്ടൽ കോളിഫോം ഉണ്ട്, ഫീക്കൽ കോളിഫോം ഉണ്ട്. ഓക്കെ, ദെൻ അതിൽ തന്നെ നമ്മൾ ഏതിന്റെ പ്രസൻസ് ആണ് നോക്കുന്നത്? ഈക്കോളൈയുടെ പ്രസൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഈക്കോളൈ പ്രസന്റ് ആണെങ്കിൽ 100% നമുക്ക് ഉറപ്പിക്കാം ആ വാട്ടർ എന്താണ്, ഫീക്കൽ കണ്ടാമിനേറ്റഡ് ആണെന്ന് അർത്ഥം. ഓക്കെ, കാരണം എന്താണ്, ഈ ഈക്കോളൈ എന്ന് പറയുന്നത് 100% നമ്മുടെ ഫീക്കൽ മാറ്റേഴ്സിൽ മാത്രം കാണപ്പെടുന്ന ബാക്ടീരിയയാണ്. അപ്പോൾ ഈക്കോളൈയുടെ പ്രസൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് inadequate processing of water may result in gastrointestinal, okay, in the consumer caused by the enteric pathogen including Escherichia coli, Salmonella species, Shigella species, Vibrio species. Okay, അപ്പൊ ഇതൊക്കെ നമ്മുടെ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള പാത്തോജൻസ് ആണ്. ഇത് കാരണം നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡിറ്റക്ഷൻ ഓഫ് കോളിഫോം ഇൻ വാട്ടർ. The standard analysis of the water for the detection of coliform consists of 3 sequential tests. അപ്പൊ ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് വരുന്നത്. അതായത് ഇങ്ങനെ ഈ കോളിഫോംസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സീക്വൻഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, പ്രിസംപ്റ്റീവ് ടെസ്റ്റ്. ദെൻ രണ്ടാമത്തെ എന്താണ്, കൺഫേംഡ് ടെസ്റ്റ്. ദെൻ തേർഡ് വൺ എന്താണ്, കംപ്ലീറ്റ് ടെസ്റ്റ്. ഓക്കെ,
അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് വെറുതെ കുറെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. എന്താണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. പ്രിസംപ്റ്റീവ് ടെസ്റ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് വിച്ച് ഈസ് നമ്മുടെ സിലബസിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് പ്രിസംപ്റ്റീവ് ടെസ്റ്റും കൺഫേംഡ് ടെസ്റ്റും കംപ്ലീറ്റ് ടെസ്റ്റും ആണ്. ഓക്കെ, അപ്പൊ അതിലെ MPN ടെക്നിക്കിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ്? Presumptive test is the first part which is primarily performed for detection for the gram-negative coliform bacteria in water sample. gram-negative ആയിട്ടുള്ള കോളിഫോംസിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഫസ്റ്റ് ടെക്നിക്കാണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടത് വാട്ടർ സാമ്പിൾ വേണം. ദെൻ 5 dirhams ട്യൂബ്സ് ഓഫ് ഡബിൾ സ്ട്രാൻഡഡ് ലാക്ടോസ് ബ്രോത്ത്, 10 dirhams ട്യൂബ്സ് ഓഫ് സിംഗിൾ സ്ട്രാൻഡഡ് ലാക്ടോസ് ബ്രോത്ത്. അപ്പോ ഇതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട. നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഇതൊന്ന് ഈ ഫിഗർ ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റിന്റെ ഫിഗർ. ഓക്കെ, അപ്പോ ഇതിലെന്താണ്? ഇത് നമ്മുടെ വാട്ടർ സാമ്പിൾ. ഓക്കെ, ഇത് നമ്മുടെ വാട്ടർ സാമ്പിൾ. ഇവിടെ എന്താണ്? 3 sets of 5 ട്യൂബ്സ് ആണ്. അതായത് 3 സെറ്റ് ട്യൂബ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, 3 സെറ്റ് ട്യൂബ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഒന്നാമത്തെ സെറ്റിൽ എത്ര ഉണ്ട്? 5. രണ്ടാമത്തേലും 5 ടെസ്റ്റ് ട്യൂബ്സ്, മൂന്നാമത്തെ സെറ്റിലും 5 ടെസ്റ്റ് ട്യൂബ്സ്. ഓക്കെ, ഇനി ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് ലാക്ടോസ് ബ്രോത്ത് ആണ്. അതായത് ലാക്ടോസിന്റെ അളവ് നമ്മുടെ സിംഗിൾ സ്ട്രെങ്ത്, സോറി ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല, ഡബിൾ സ്ട്രെങ്ത് ലാക്ടോസ് ബ്രോത്ത് ഉണ്ടായിരിക്കും. ഈ രണ്ടെണ്ണത്തിൽ ഒന്നാമത്തേല് ഡബിൾ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, രണ്ടാമത്തേല് സിംഗിൾ സ്ട്രെങ്ത് ആയിരിക്കും, ദെൻ മൂന്നാമത്തേല് സിംഗിൾ സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡബിൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാക്ടോസ് ബ്രോത്തിലുള്ള ലാക്ടോസിന്റെ അളവ് ഡബിൾ ആയിരിക്കും, ഇരട്ടി ആയിരിക്കും. ഓക്കെ, സിംഗിൾ സ്ട്രെങ്തിനേക്കാൾ ഇരട്ടി ആയിരിക്കും ഡബിൾ സ്ട്രെങ്തിലുള്ള ലാക്ടോസിന്റെ അളവ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ദെൻ നമുക്കതിനെ 3 സെറ്റ് ടെസ്റ്റ് ട്യൂബ്സ് എടുക്കുക. ഓരോ സെറ്റിലും 5 ടെസ്റ്റ് ട്യൂബ്സ് വീതം എടുക്കുക. ദെൻ ഒന്നാമത്തെ സെറ്റിൽ എന്താണ്? ഡബിൾ സ്ട്രെങ്ത് ലാക്ടോസ് ബ്രോത്ത് ആണ് ആഡ് ചെയ്യേണ്ടത് മീഡിയത്തില്. ദെൻ രണ്ടാമത്തേതിലോ സിംഗിൾ സ്ട്രെങ്ത് ലാക്ടോസ് ബ്രോത്ത്, മൂന്നാമത്തേലും സിംഗിൾ സ്ട്രെങ്ത് ലാക്ടോസ് ബ്രോത്ത്. ദെൻ ഓരോ ടെസ്റ്റ് ട്യൂബിലും നമ്മൾ ഇങ്ങനെ ലാക്ടോസ് ബ്രോത്ത് ആഡ് ചെയ്യുക. ദെൻ എന്താ ആഡ് ചെയ്യാം? നമ്മുടെ pH ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം, ദിറംസ് ട്യൂബും ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഓരോന്നിലേക്കും നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ വാട്ടർ സാമ്പിൾ ആഡ് ചെയ്യാം. അത് എന്താണ്? 10 ml വീതാണ് നമ്മൾ ഓരോ ടെസ്റ്റ് ട്യൂബിലും എടുത്തിട്ടുള്ള മീഡിയം ലാക്ടോസ് ബ്രോത്തിന്റെ അളവ് എന്ന് പറയുന്നത്. ദെൻ ഒന്നാമത്തെ സെറ്റിലേക്ക്, ഈ ഫസ്റ്റ് സെറ്റിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? 10 ml വാട്ടർ സാമ്പിൾ ആഡ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ സെറ്റിലേക്ക് നമ്മൾ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 1 ml. ദെൻ മൂന്നാമത്തെ സെറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 0.1 ml വാട്ടർ സാമ്പിൾ ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സെറ്റിന്റെ പ്രത്യേകത എന്താണ്? അവ ഡബിൾ സ്ട്രെങ്ത് ലാക്ടോസ് ബ്രോത്ത് അടങ്ങിയിട്ടുള്ള മീഡിയമാണ്. അതിലേക്ക് നമ്മൾ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 10 ml വാട്ടർ സാമ്പിൾ. ദെൻ രണ്ടാമത്തേലേക്ക് എത്രയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? 1 ml. ദെൻ തേർഡ് സെറ്റിലേക്ക് 0.1 ml വാട്ടർ സാമ്പിൾ ആഡ് ചെയ്യാം. ദെൻ നമ്മൾ ഇൻക്യുബേഷന് വെക്കുക. 37 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു 1 ഡേ ഫുള്ള് നമ്മൾ ഇൻക്യുബേഷൻ വെക്കണം. 24 hours നമ്മൾ 37 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ അതിന് ഇൻക്യുബേഷന് വേണ്ടി വെക്കുക. ദെൻ നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇവിടെ കിട്ടിയ റിസൾട്ട് നോക്കൂ. എന്താണ്? 5 പോസിറ്റീവ്, അതായത് കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ദിറംസ് ട്യൂബിൽ ഗ്യാസ് ബബിൾസും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദിറംസ് ട്യൂബിൽ ഗ്യാസ് ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മുടെ പോസിറ്റീവ് റിസൾട്ട് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ കളർ ചേഞ്ചും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എത്ര പോസിറ്റീവ് ട്യൂബ്സ് കിട്ടി? 5 പോസിറ്റീവ് ട്യൂബ്സ്. തേർഡിൽ നമുക്ക് എന്താ കിട്ടിയത്? 0 പോസിറ്റീവ് ട്യൂബ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതാം. 5, ഒന്നാമത്തേല് നമുക്ക് 5 അല്ലേ കിട്ടിയത്? അപ്പൊ 5, രണ്ടാമത്തേല് 2, മൂന്നാമത്തേല് 0. അപ്പൊ 5, 2, 0 എന്നുള്ള ഇതാണ് നമുക്ക് കിട്ടിയത്. ഈ 5, 2, 0 എന്നുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ പോസിറ്റീവ് ട്യൂബ്സിന്റെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാം. ഈ കിട്ടിയ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ട് ഉണ്ടായിരിക്കും. ഇതാ നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർട്ട്.
ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് ചാർട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ സ്റ്റാൻഡേർഡ് ചാർട്ടിൽ നോക്കൂ, ഇവിടെ 5ന്റെ നമുക്ക് കിട്ടിയ റിസൾട്ടിന്റെ ഇവിടെ ഈ ചാർട്ടിൽ ഇല്ല. അങ്ങനെ എല്ലാതും ഉണ്ടാവും. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇപ്പൊ ഏതാണ് 520 എന്നുള്ള നമ്പറാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ കൊടുത്തത് നോക്കൂ, അത് നമുക്കിത് ചാർട്ട് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഓക്കെ, ഫസ്റ്റ് സെറ്റിൽ 3 കിട്ടി, രണ്ടാമത്തെ സെറ്റിൽ 2 പോസിറ്റീവ് കിട്ടി, ദെൻ തേർഡിൽ 1 കിട്ടി. അപ്പൊ നമുക്ക് മോസ്റ്റ് പ്രോബബിൾ നമ്പർ എത്രയാണ്? 17 ആണ്. ഓക്കെ, അപ്പൊ 100 ml എത്ര ഉണ്ടായിരിക്കും? 17 ആണ് നമുക്ക് കിട്ടുന്ന മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രിസംപ്റ്റീവ് ടെസ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ചാർട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു പ്രാവശ്യം കൂടി പറയാം, എന്താണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ് എന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വാട്ടർ സാമ്പിൾ എടുക്കുന്നു, നമുക്ക് ടെസ്റ്റ് എന്താണോ ആ വാട്ടർ സാമ്പിൾ എടുക്കുക. ഇത് നമ്മൾ 3 sets of ട്യൂബ്സ് എടുക്കുക. ഒന്നാമത്തെ സെറ്റിൽ 5 ടെസ്റ്റ് ട്യൂബ്, രണ്ടാമത്തെ സെറ്റിൽ 5 ട്യൂബ്, അങ്ങനെ 3 sets of 5 ടെസ്റ്റ് ട്യൂബ്സ്. ഓരോ ടെസ്റ്റും 10 ml ആഡ് കാര്യം. ഒന്നാമത്തിൽ നമ്മൾ ഡബിൾ സ്ട്രെങ്ത്തിലാക്കാനാണ്, മൂന്നാമത്തേൽ സിംഗിൾ സ്ട്രെങ്ത്. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ സെറ്റിലേക്ക് 1 ml നമ്മൾ ഇഞ്ചിന് വേണ്ടിയാണ് റിസൾട്ട് കിട്ടും. അപ്പോൾ ഗ്യാസ് ബബിൾസ് ദിറംസ് ട്യൂബിലുള്ള ഗ്യാസ് ബബിൾസ് ഫോം ചെയ്തത് നമ്മൾ നോക്കുക. അങ്ങനെ നമുക്ക് എത്ര പോസിറ്റീവ് ട്യൂബ്സ് നമുക്ക് കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, ഇതിന് അത് കൗണ്ട് ചെയ്യാം. ഒന്നാമത്തെ സെറ്റിൽ എത്ര എണ്ണമുണ്ട്, രണ്ടാമത്തിൽ എത്ര എണ്ണമുണ്ട്, മൂന്നാമത്തിൽ എത്ര എണ്ണമുണ്ട്. അത് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ഇപ്പൊ 5 ആണെങ്കിൽ 5 2 0. എന്നിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യാം. ഇതുപോലെ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യാം. അതിൽ അതുമായിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MPN വാല്യൂ കണ്ടെത്തുക. ഓക്കെ, കണ്ടെത്താൻ കഴിയും. ഓക്കെ ആണല്ലോ. അത്രയേ ഉള്ളൂ പ്രിസംപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, presumptive test. Presumptive test is the first part which is primarily performed for detection of gram-negative coliform bacteria in the water sample. അപ്പൊ അതിന് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്? വാട്ടർ സാമ്പിൾ, 5 dirhams tube of double strength lactose broth അഥവാ 2x. Then 10 dirhams tubes of single strength lactose broth. Then 1 pipette 10 ml-ന്റെ 1 ml-ന്റെ പിപ്പറ്റ്. ഓക്കെ, ഇതിന് എന്താണ്? ഇതാ ഡബിൾ സ്ട്രെങ്ത് ലാക്ടോസ് ബ്രോത്ത് is the double strength lactose broth which contain twice as much as lactose broth as single strength lactose broth. അപ്പൊ സിംഗിൾ സ്ട്രെങ്ത് ലാക്ടോസ് ബ്രോത്തിനേക്കാൾ ചോയ്സ് സ്ട്രെങ്ത് ആയിട്ടുള്ള അതാണ് ഡബിൾ സ്ട്രച്ചസ് റിവർ sewage are collected 100 ml for each sets of test tube contain 10 ml of sterile lactose fermentation broth are needed for each sample. നമ്മൾ ഓരോ ടെസ്റ്റ് ട്യൂബ്സിലും 10 ml വീതം എന്തെടുക്കുക? നമ്മുടെ ലാക്ടോസ് ബ്രോത്ത് എടുക്കുക. ഈച്ച് സെറ്റ് ഓഫ് 5 ട്യൂബ്സ് റിസൾട്ടിങ് ഇൻ ടോട്ടൽ 15 ട്യൂബ്സ് ഉണ്ടായിരിക്കും. ടോട്ടൽ ഈച്ച് ട്യൂബ് ഈസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് എ ദിറംസ് ട്യൂബ്. ഓക്കെ, നമ്മൾ ദിറംസ് ട്യൂബ് ആഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദിറംസ് ട്യൂബ് ആഡ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റിംഗ് ഗ്യാസ് ഫോർമേഷൻ. Then after lactose fermentation by coliform bacteria. കോളിഫോം ബാക്ടീരിയ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്താൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ദിറംസ് ട്യൂബ് ആഡ് ചെയ്യാം. ദെൻ നമ്മളൊരു pH ഇൻഡിക്കേറ്റർ കൂടി ആഡ് ചെയ്യണം. അത് ഇതിൽ പറയുന്നില്ല. Then label each tube according to the amount of water to be dispensed to it. അപ്പോ നമ്മൾ 10 ml ഒന്നാമത്തെ സെറ്റിലേക്ക് 10 ml, രണ്ടാമത്തെ സെറ്റിലേക്ക് 1 ml, മൂന്നാമത്തതിലേക്ക് 0.1 ml ആണ്. സെവറൽ ടൈംസ് ടു എൻഷുർ ഹോമോജിനിറ്റി. നമ്മുടെ വാട്ടർ സാമ്പിൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഹോമോജിനിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഷേക്ക് ചെയ്യണം. 10 ml
1 ml 0.1 ml training 10 ml ലാക്ടോസ് ഫെർമെന്റേഷൻ ബ്രോത്ത്. ഓക്കെ 2x. അപ്പൊ നമ്മുടെ 10 ml ലാക്ടോസ് ഫെർമെന്റേഷൻ ബ്രോത്ത് ഉള്ള അതിലേക്ക് നമ്മൾ ഫസ്റ്റ് എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 10 ml 10 ml ആഡ് ചെയ്യാം. ദെൻ നമ്മുടെ ഇതിലേക്ക് സിംഗിൾ സ്ട്രെങ്ത് ലാക്ടോസ് ബ്രോത്തിലേക്ക് എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 1 ml ദെൻ 0.1 ml നമ്മൾ ആഡ് ചെയ്യും. ദെൻ ഇൻക്യുബേഷൻ വെക്കുക 37 ഡിഗ്രി Celsius for 24 hour. Then check the tubes for positive result. അതിനെ positive reaction to a standard chart and record the number of bacteria present it. നമുക്ക് കിട്ടിയ ഈ റിസൾട്ട് എന്തുമായിട്ട് കമ്പയർ ചെയ്യുക? നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുക. Then result. If gas has not been formed by the bacteria, leaves the tube incubated for another 24 hours. ഇപ്പൊ നമ്മുടെ ഇൻക്യുബേഷൻ ചെയ്യണം. പ്രൊഡ്യൂസിംഗ് ഓഫ് ഗ്യാസ് ആഫ്റ്റർ 24 hours it is. ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്താൽ അവിടെ കോളിഫോം പ്രസന്റ് ആണ് എന്നർത്ഥം. Our non-gas production after 48 hours indicates negative presumptive test. അങ്ങനെ 24 hour വെച്ചു അതിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും 24 hours നമ്മൾ ഇൻക്യുബേഷന് വേണ്ടി വെക്കണം. ദെൻ അങ്ങനെ ഇൻക്യുബേഷൻ വെച്ചിട്ട് വീണ്ടും വെച്ചിട്ടും 48 hours കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഗ്യാസ് ബബിൾസ് ഒന്നും ഫോം ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? പ്രിസംറ്റീവ് ടെസ്റ്റ് നെഗറ്റീവ് ആണ്. ദിസ് ടെസ്റ്റ് ഈസ് ആൾസോ കണ്ടക്ടഡ് ടു ഡിറ്റർമൈൻ ദ മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓഫ് കോളിഫോംസ് പ്രസന്റ് പെർ 100 ml of water. Okay. അപ്പോ a table for determination this value from the positive tubes of lactose broth. A water sample tested show a result of 3-2-1. അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് 3-2-1 ആണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അവിടെ 17 കോളിഫോംസ് പ്രസന്റ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യപ്പെട്ട 3-2-1 ഫസ്റ്റ് സെറ്റിൽ 3, സെക്കൻഡ് സെറ്റിൽ 2, തേർഡ് സെറ്റിൽ എന്താണ് 1. അങ്ങനെ കിട്ടുന്ന 3-2-1 കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? 17 കോളിഫോംസ്. 17 ആണ് അതിലെ MPN വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് 17 കോളിഫോംസ് പെർ 100 ml. ഓക്കെ. അപ്പോ നമ്മൾ ഇവിടെ കോളിഫോം ഉണ്ടെന്ന് നമുക്ക് കൺഫേം, നമ്മൾ ജസ്റ്റ് അതിന്റെ പ്രിലിമിനറി ടെസ്റ്റ് ആണ് ഈ പ്രിസംറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അതിനെ കൺഫേം ചെയ്യണം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതാണ് 1 പെട്രി പ്ലേറ്റ് ഓഫ് EMB അഗാർ. EMB അഗാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയോസിൻ മെത്തിലീൻ ബ്ലൂ അഗാർ. ഓക്കെ. ദെൻ ഒന്നല്ലെങ്കിൽ EMB അഗാർ അല്ലെങ്കിൽ എൻഡോ അഗാർ. ഇത് രണ്ട് വെച്ചിട്ട് നമുക്ക് കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാം. അപ്പൊ എന്താണ് ഈ ടെസ്റ്റ് ട്യൂബ്സ് ഷോവിംഗ് പോസിറ്റീവ് റിസൾട്ട് ഇൻ ദ presumptive test by the accumulation of gas in Dirham's tubes are selected for the confirmed test to determine if the gas producing bacteria are gram negative. അപ്പൊ ഇങ്ങനെ ഈ പ്രൊഡ്യൂസ് ചെയ്ത ബാക്ടീരിയ, അതായത് ഇപ്പൊ ലാക്ടോസ് ഫെർമെന്റിംഗ് ആയിട്ടുള്ള കുറെ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ ഈ ലാക്ടോസ് ഫെർമെന്റ് ചെയ്തത് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ മാത്രമുള്ളത് കോളിഫോം ആയിരിക്കാം അല്ലെ? അപ്പൊ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യുന്നത്? ഈ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? EMB അഗാർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ ആ ടെസ്റ്റ് ട്യൂബ്സിലെ സാമ്പിൾ ഉണ്ടല്ലോ, ആ സാമ്പിൾ നമ്മൾ EMB അതായത് ഇയോസിൻ മെത്തിലീൻ ബ്ലൂ അഗാറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇനോക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ എന്താണ്? എ loop from positive result tube is inoculated on both eosin methylene blue agar or endo agar. ഒന്നല്ലെങ്കിൽ എൻഡോ അഗാർ അല്ലെങ്കിൽ ഇയോസിൻ മെത്തിലീൻ ബ്ലൂ അഗാർ by streaking to detect the presence of coliform in the respective water sample. അപ്പൊ നമുക്ക് ഈക്കോളയുടെ പ്രസൻസ് തരുന്ന ഒരു മീഡിയമാണ് ഈ EMB അഗാർ എന്ന് പറയുന്നത്. ഓക്കെ. EMPയിൽ EMPയിൽ നമ്മുടെ അല്ലെങ്കിൽ ഈക്കോളൈ മാത്രമാണ് അവിടെ റിസൾട്ട് കാണിക്കുക, പോസിറ്റീവ് റിസൾട്ട് കാണിക്കുക. ഓക്കെ. എന്താണ് ഇത്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിഫറൻഷിയേറ്റ് ഈക്കോളൈ ആൻഡ് അതർ ഗ്രാം നെഗറ്റീവ് കോളിഫോം ബാക്ടീരിയ സച്ചസ് എൻറ്ററോബാക്ടർ എയറോജിനിയസ്. അപ്പൊ നമുക്കിവിടെ കോളിഫോം ആണെങ്കിൽ ഇപ്പൊ ഇതിൽ ഒരുപാട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിൽ നിന്നും നമുക്ക് ഈക്കോളൈ പ്രസന്റ് ആണോ അല്ലയോ എന്നറിയണം. ഈക്കോളൈ പ്രസന്റ് ആണെങ്കിലാണ് നമ്മൾ 100% വാട്ടർ ഫീക്കൽ കണ്ടാമിനേറ്റഡ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ ഈക്കോളൈയെ അതർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എൻറ്ററോബാക്ടർ എയറോജീൻസ്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ EMB അഗാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യാം?
ഇവിടെ EMB agarൽ ഇനോക്കുലേറ്റ് ചെയ്യുക, ദെൻ ഇൻക്യുബേഷൻ ചെയ്യുക 24 hours 37 degrees Celsius നമ്മൾ ഇൻക്യുബേഷൻ നടത്തുക. ദെൻ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? ഇതാ റിസൾട്ട് നമുക്ക് കണ്ടെയ്ൻ മെത്തിലീൻ ബ്ലൂ വിച്ച് ഇൻഹിബിറ്റ് ഗ്രാം. ഈ EMB agarന്റെ പ്രത്യേകത എന്താണ്? അവ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയെ ഇൻഹിബിറ്റ് ചെയ്യും. അതിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് മാത്രമേ വളരുകയുള്ളൂ EMB agarൽ. ഓക്കെ, അപ്പൊ ഗ്രാം നെഗറ്റീവ് ലാക്ടോസ് ഫെർമെന്റേഴ്സ് ദാറ്റ് ഗ്രോ ഓൺ ദിസ് മീഡിയം പ്രൊഡ്യൂസ് കോളനീസ് വിത്ത് ഡാർക്ക് സെന്റേഴ്സ് ആൻഡ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗ്രീനിഷ് മെറ്റാലിക് ഷീൻ. Okay, this bacteria include E. coli and Enterobacter aerogenes. അപ്പൊ നമ്മുടെ ഇപ്പോ മെയിൻ ആയിട്ട് നമുക്ക് ഉണ്ടാവുക E. coli ഉണ്ടായിരിക്കും, Enterobacter aerogenes ഉണ്ടായിരിക്കും. E. coli ആണെങ്കിൽ നമുക്ക് എന്ത് തരും? ഈ ഒരു മെറ്റാലിക് ഷീൻ, ഗ്രീൻ കളറിലുള്ള ഒരു മെറ്റാലിക് ഷീൻ ഉള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ ഈ മെറ്റാലിക് ലാർജ് വിത്തൗട്ട് മെറ്റാലിക് ഷീൻ ആയിട്ടുള്ളതാണെങ്കിൽ അത് Enterobacter aerogenes ആണ്. ഒക്കെ ആണല്ലോ. EMB agarൽ നമുക്ക് കിട്ടിയ പോസിറ്റീവ് പ്രിസംറ്റീവ് ടെസ്റ്റിൽ നമുക്ക് പോസിറ്റീവ് കിട്ടിയ ടെസ്റ്റ് ട്യൂബിൽ നിന്നും നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുക. ആ സാമ്പിൾ നമ്മൾ ഇതിൽ EMB agarൽ നമ്മൾ ഗ്രോ ചെയ്യിക്കാം. ദെൻ നമുക്ക് എന്ത് കിട്ടുകയാണ്? ഒരു ഗ്രീൻ കളറിൽ ഒരു ഗ്രീൻ മെറ്റാലിക് ഷീൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ E. coli പ്രസന്റ് ആണ്. ദെൻ അവിടെ ഗ്രീൻ കളർ പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ എന്തില്ല? അവിടെ ഒരു മെറ്റാലിക് ഷീൻ ഇല്ല. ഓക്കെ, ഷീൻ എന്ന് പറഞ്ഞ ഒരു തിളക്കം. ഓക്കെ, അതില്ലെങ്കിൽ അതെന്താണ്? അവിടെ Enterobacter aerogenes പ്രസന്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ അതിലെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ EMB agar വെച്ചിട്ട് ചെയ്തതാണ്. ദെൻ എൻഡോ agar ആണെങ്കിൽ എന്താണ്? കണ്ടെയ്ൻ എ ഫ്രുക്സിൻ സൾഫൈറ്റ് ഇൻഡിക്കേറ്റർ ദാറ്റ് മേക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ലാക്ടോസ് ഫെർമെന്റർ റിലേറ്റീവ്ലി ഈസി. Coliform colonies and the surrounding medium appear red. Non-fermenter of lactose are colorless and do not affect the color of the medium. അപ്പോ എൻഡോ agar ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കോളിഫോം പ്രസന്റ് ആണെങ്കിൽ അത് എന്ത് കാണിക്കും? റെഡ് കളറിലായിരിക്കും മീഡിയം കാണിക്കുക. ദെൻ കോളിഫോം പ്രസന്റ് അല്ലെങ്കിൽ മീഡിയത്തിന്റെ കളർ ചേഞ്ച് ആവില്ല. ഓക്കെ, ദെൻ ദ പ്രസൻസ് ഓഫ് കോളിഫോം ലൈക്ക് colonies confirm the presence of lactose fermenting gram-negative bacteria. If no coliform colonies are present, the water is considered bacteriologically safe to drink. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കോളിഫോമിന്റെ പ്രസൻസ് ആണ് നോക്കുന്നത്. ഇപ്പൊ കോളിഫോം പ്രസന്റ് ആണെങ്കിൽ എന്താണ്? നമ്മുടെ വാട്ടർ ഫീക്കൽ കണ്ടാമിനേറ്റഡ് ആണ്, പൊല്യൂട്ടഡ് ആണെന്ന് അർത്ഥം. ദെൻ നമുക്കിത് ഒന്നും കൂടി കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒന്നും കൂടി ഇത് ഉറപ്പ് വരുത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുക? അതിനാണ് കംപ്ലീറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് വേണ്ടത് 1 ന്യൂട്രിയന്റ് agar സ്ലാൻഡും 1 ലാക്ടോസ് ബ്രോത്ത് വിത്ത് ദിറംസ് ട്യൂബുമാണ് വേണ്ടത്. ഇതിനും നമുക്ക് ലാക്ടോസ് എന്ത് വേണം? ലാക്ടോസ് ബ്രോത്ത് ഉണ്ടായിരിക്കണം. ദെൻ നമ്മുടെ ഒരു ന്യൂട്രിയന്റ് agar ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ സാമ്പിൾസ് റിവീൽഡ് പോസിറ്റീവ് കൺഫർമേറ്ററി ടെസ്റ്റ് ആർ സെലക്ടഡ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ നമ്മളെ കൺഫർമേറ്ററി ടെസ്റ്റിൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യും. ദെൻ സിംഗിൾ കോളനീസ് ഗ്രോൺ ഓൺ മീഡിയ ആർ ഇനോക്കുലേറ്റഡ് ഓൺ എ ന്യൂട്രിയന്റ് agar സ്ലാൻഡ് ആൻഡ് ഇൻ. എന്നിട്ട് നമ്മൾ ഒന്നിൽ ലാക്ടോസ് ബ്രോത്ത് എടുക്കും, ഒന്നിൽ ന്യൂട്രിയന്റ് agar എടുക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടിലും നമ്മൾ എന്ത് ചെയ്യും? ഈ സാമ്പിൾസിനെ ആഡ് ചെയ്യും. ലാക്ടോസ് ബ്രോത്തിൽ വീണ്ടും നമുക്ക് എന്ത് കാണിക്കുകയാണ്? ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് E. coli അല്ലെങ്കിൽ കോളിഫോംസിന്റെ പ്രസൻസ് ഉണ്ടെന്നർത്ഥം. ഇനി നമ്മുടെ അടുത്ത് ഈ അഗാർ മീഡിയത്തിലും എന്താണ്? നമ്മൾ ഈ സാമ്പിളിലുള്ള ബാക്ടീരിയാസിനെ ഗ്രോ ചെയ്യിക്കുക. അപ്പൊ അവിടെ എന്താണ്? നമ്മുടെ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യും. അങ്ങനെ ഗ്രോ ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക് ഉണ്ട്. അതായത് ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അത് ചെയ്യാം. അത് ചെയ്ത് നമുക്ക് ഗ്രാം നെഗറ്റീവ് ആണെന്ന് ഉറപ്പിച്ചാൽ എന്താണ് അതിനർത്ഥം? അവിടെ കോളിഫോംസ് പ്രസന്റ് ആണ് അല്ലെങ്കിൽ E. coli പ്രസന്റ് ആണെന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ നമുക്ക് 37 degrees Celsius ഫോർ 24 hours ഇൻക്യുബേഷൻ വെക്കണം. അപ്പൊ ഇതൊരു 3 days or 4 days പ്രൊസീജിയർ ആണ് ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എല്ലാ ടെസ്റ്റിനും വേണ്ടിയിട്ട്. അപ്പോ ഇഫ് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്, നമ്മളിപ്പോ കൺഫർമേറ്ററി ടെസ്റ്റ് നമ്മൾ EMB agar അല്ലെങ്കിൽ എൻഡോ agarൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് ടെസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ EMB agarൽ പോസിറ്റീവ് കിട്ടിയ സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യുക. അത് എന്തിൽ ഗ്രോ ചെയ്യിക്കുക? വീണ്ടും നമ്മളൊരു ലാക്ടോസ് ബ്രോത്ത് എടുക്കുക, ഒരു ന്യൂട്രിയന്റ് agar എടുക്കുക. ഓക്കെ, ന്യൂട്രിയന്റ് agarൽ എടുക്കുക. ഈ ന്യൂട്രിയന്റ് agarലും ഈ ലാക്ടോസ് ബ്രോത്തിലും ഗ്രോത്ത് ചെയ്യുക. ലാക്ടോസ് ബ്രോത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫെർമെന്റേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് ബബിൾസ്, അതിൽ ദിറംസ് ട്യൂബ് ഇടുക, ഗ്യാസ് ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ഉണ്ടെങ്കിൽ അവിടെ കോളിഫോം പ്രസന്റ് ആണെന്നർത്ഥം.
വീണ്ടും നമ്മളിതൊന്ന് കൺഫേം ചെയ്യിക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മുടെ ന്യൂട്രിയന്റ് അഗാറിൽ നമ്മൾ ഗ്രോ ചെയ്തിട്ടുള്ള ഇതിനെ ഈ മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ ചെയ്യാം. അങ്ങനെ ഗ്രാം സ്റ്റെയിനിങ് നമ്മൾ എന്താണ് ഗ്രാം സ്റ്റെയിനിങ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുവഴി ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഗ്രാം നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ് അവിടെ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ലാക്ടോസ് ഫെർമെന്റേഷൻ നടത്തുന്ന ബാക്ടീരിയാസ് നോൺ സ്പോറിംഗ് ഫോം ആയിട്ടുള്ള ബാക്ടീരിയ പ്രസന്റ് ആണ്. അത് ഏതാണ്? നമ്മുടെ കോളിഫോംസ് ആണെന്നർത്ഥം. ഓക്കെ, അപ്പൊ if the gas is produced in the lactose broth and gram staining slide from the agar gland reveals the presence of gram negative non-spore forming short bacilli or cocobacilli which ferment lactose, that means presence of coliforms in water. Okay ആണല്ലോ. Then positive result of the 3 tests determine the presence of coliform. However, the coliform present could be E. coli or Enterobacter aerogenes. അപ്പൊ ഇങ്ങനെ കോളിഫോംസിൽ നമുക്ക് ഏതൊക്കെ റിസൾട്ട് തരാം? ഒന്നല്ലെങ്കിൽ E. coli ആയിരിക്കും, അല്ലെങ്കിൽ Enterobacter aerogenes ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇംബിക് ടെസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇംബിക് ടെസ്റ്റ് കൂടി ചെയ്താൽ നമുക്ക് ഇതിനെ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും E. coliയെ വേർതിരിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ഈ MPN ടെസ്റ്റിൽ വരുന്നത്. then എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? ഈസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ എയ്തർ ബൈ ഒബ്സർവേഷൻ ഓർ ഗ്യാസ് പ്രൊഡക്ഷൻ, എഫക്റ്റീവ് മെത്തേഡ്. ഈസ് ഓഫ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. then എന്താണ് effective method of analyzing highly turbid samples such as sediment, sludge, mud that cannot be analyzed by membrane filtration. അങ്ങനെ മെംബ്രെയിൻ ഫിൽട്രേഷൻ വഴി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്തത് MPN മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. then ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? to take a long time to get the result. അതായത് ഒരു 3-4 days നമുക്കിത് വേണ്ടി വരുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ റിസൾട്ട്സ് ആർ നോട്ട് വെരി ആക്യുറേറ്റ്. ഓക്കെ, നമുക്ക് ചിലപ്പോ അതില് എറർ സംഭവിക്കാം. റിക്വയർ മോർ ഹാർഡ്വെയർ ആൻഡ് മീഡിയ. ഇത് ചെയ്യാൻ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഒരുപാട് ക്ലാസ് വെയേഴ്സിന്റെ ആവശ്യമുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഫാൾസ് പോസിറ്റീവ്, നമുക്ക് ചിലപ്പോൾ ഇത് ഫാൾസ് ആയിട്ടുള്ള റിസൾട്ട് തരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ടേബിളൊക്കെ ഒന്ന് നോക്കുക. ഇപ്പോ ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ യൂറോപ്യൻ കൺട്രീസ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബാക്ടീരിയ പെർ 1 ml ഇതാണ് പറയുന്നത്. 1 ml ലെസ് ദാൻ 10 ആണെങ്കിൽ കംപ്ലീറ്റ് പ്യൂരിറ്റി ഓഫ് വാട്ടർ, 10 to 100 ആണെങ്കിൽ വെരി പ്യൂരിഫൈഡ് വാട്ടർ, 10 to 1000 ആണെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ, 1000 to 10,000 ആണെങ്കിൽ മീഡിയം പ്യൂരിഫൈഡ് വാട്ടർ, 10,000 to 1 lakh ആണെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ ആണ്. then മോർ ദാൻ 1 lakh ആണെങ്കിൽ വെരി കണ്ടാമിനേറ്റഡ് വാട്ടർ. ഓക്കെ, then വാട്ടർ ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് കോളിഫോംസ്. ഓക്കെ, നമ്മുടെ നമ്പർ ഓഫ് കോളിഫോംസിനെ വെച്ചിട്ടാണെങ്കിൽ നോ ബാക്ടീരിയ ആണെങ്കിൽ വാട്ടർ, അതായത് നമ്പർ ഓഫ് ബാക്ടീരിയാസ് ലെസ് ദാൻ 1 ആണെങ്കിൽ വാട്ടർ ഈസ് വെരി അക്സെപ്റ്റബിൾ, 1 to 2 ആണെങ്കിൽ അക്സെപ്റ്റബിൾ ആണ്, 3 to 10 ആണെങ്കിൽ ക്വസ്റ്റ്യനബിൾ വാട്ടർ, മോർ ദാൻ 10 ആണെങ്കിൽ വാട്ടർ ഈസ് അൺഅക്സെപ്റ്റബിൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രിസംപ്റ്റീവ് ടെസ്റ്റിന്റെതാണ്, അതിന്റെ സ്റ്റാൻഡേർഡ് ഇതാണ് EMB അഗാർ. ഓക്കെ, EMB അഗാറിൽ നോക്കൂ, ഇവിടെ E. coli ആണെങ്കിൽ കണ്ടോ, ഇവിടെ ഗ്രീൻ കളറിലാണ് കാണുക. ഗ്രീൻ കളറിൽ മെറ്റാലിക് ഷീൻ. E. coli അല്ലാത്ത ഫെർമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ E. coli അല്ലാത്ത ബാക്ടീരിയാസ് ആണെങ്കിൽ നമുക്ക് പിങ്ക് കളറിലാണ്, Enterobacter ഒക്കെ ആണെങ്കിൽ പിങ്ക് കളറിലാണ് കാണുക. ഗ്രീൻ മെറ്റാലിക് ഷീനോട് കൂടി ഗ്രീൻ കളറിൽ കിട്ടുകയാണെങ്കിൽ അത് എന്താണ്? E. coli ആണ്, ബ്ലൂയിഷ് ഗ്രീൻ മെറ്റാലിക് ഷീൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ MPN ടെക്നിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.